ഇസ്രായേലിനെ അപ്രത്യക്ഷമാക്കുമെന്ന് ഇറാൻ ഭയന്ന് വിറച്ച് വെടിനിർത്തലിന് ട്രംപ് സമ്മതിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം വലിയ രീതിയിലുള്ള ആകാംക്ഷയിലായിരുന്നു എന്ത് സംഭവിക്കുമെന്നുള്ളത്. നാഗരികത സംസ്കാരത്തിന് നേരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടായത്. എന്നാൽ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇറാൻ സാധിച്ചു. ഇറാൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ വിജയിക്കുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല, ബുദ്ധിപരമായിരിക്കുന്ന നീക്കം കൊണ്ടാണ്. ബുദ്ധിപരമായി ഇറാനും ശക്തി കൊണ്ട് അമേരിക്കയും നേരിട്ട ഒരു യുദ്ധമായിരുന്നു ഇത്. ഇതിൽ ഇറാൻ വളരെ ഷോർട്ടായ രീതിയിൽ, കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കയറി, അതായത് 10,000 കിലോമീറ്റർ വ്യത്യാസമുള്ള അമേരിക്കയുടെ അകത്ത് കയറിയിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. 9,500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് അനുമാനം. ഇതിന് മുൻപ് പ്രദർശിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആ സമയത്ത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ മിയാമി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ നഗരത്തേക്ക് ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ മിസൈൽ ഉണ്ട്. പക്ഷേ അതിന് സാമ്പത്തികം വലിയ കൂടുതലാണ്, സമയനഷ്ടമുണ്ടാവും, ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുമ്പോൾ ഈ ചെലവുകൾ വല്ലാതെ കുറയുകയും ചെയ്യും, ആഘാതം വല്ലാതെ ഉണ്ടാവുകയും ചെയ്യും. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതിൽ പ്രത്യേകമായിരിക്കുന്ന സൈനിക സംവിധാനത്തെയും ഇറാൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ എംബസിയോ കോൺസുലേറ്റോ ഇപ്പോൾ അറേബ്യൻ രാജ്യത്ത് അടഞ്ഞു കിടക്കുകയാണ് അമേരിക്കയുടേത്. മാത്രമല്ല സൈനിക ബേസ് വലിയ സുരക്ഷയിലാണ്, വലിയ പേടിയിലാണ്. അമേരിക്കൻ പൗരന്മാർക്ക് അറേബ്യൻ രാജ്യങ്ങളുടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയും അവരുടെ താമസ സ്ഥലത്തുനിന്ന് അവർ ഘട്ടം ഘട്ടമായി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു സുരക്ഷിതമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇതൊക്കെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവർ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ടത് ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഈ കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ അപ്പാടെ ഒഴിവാക്കണം. അതായത് സൈനിക ബേസുകൾ, നയതന്ത്ര ബന്ധത്തെ പറ്റി അല്ല പറഞ്ഞ, സൈനിക ബേസുകൾ ഒഴിവാക്കണം. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സൈനിക ബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ഈ കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നതാണ്. പിന്നീട് പറഞ്ഞിട്ട് ഓർമസ് കടലാണ്. ഓർമസ് കടൽ തങ്ങൾ സ്വതന്ത്ര പാതയായിട്ട് തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. പകരം ഞങ്ങൾ ചുങ്കം പിരിക്കും. ചുങ്കം തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിന് അമേരിക്കക്ക് സമ്മതിക്കേണ്ടി വന്നു, വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഈ ഗൾഫ് മേഖലയായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത് ലെബനാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കണം. അവിടെയുള്ള യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചർച്ചയാവാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിർത്തിയിൽ അവരുണ്ട്, അകത്തേക്ക് കയറിയിട്ടുണ്ട്, പിൻവലിക്കണമെന്ന് പറയുന്ന സമയത്ത് ആകെ ഇസ്രായേലിന് കടന്നു കയറാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് ലെബനാനാണ്. അപ്പോൾ ലെബനാനിൽ നിന്ന് പിന്മാറ്റം നാണക്കേടാണ്. ഇപ്പം തന്നെ ഈ ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖല, അതായത് ഡ്രോൺ നിർമ്മിക്കുന്ന മേഖല വരെ ആക്രമിച്ച് തകർക്കുകയും പുനർനിർമ്മിക്കാനാവാത്ത വിധം നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇറാനെതിരെ നടത്താനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കൂട്ടി നിൽക്കുന്നതിനിടയിലാണ് ഈ വെടിനിർത്തൽ കരാറുണ്ടായത്. അതോടുകൂടി ഇസ്രായേലും പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന പ്രക്ഷോഭവും സമരവും ഒതുക്കാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ നിന്നാൽ ഇവിടെ ഈ എതിർപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വല്ലാത്തൊരു ശാന്തത കിട്ടും. ഇപ്പോൾ ഇനി ഈ 14 ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാളരാത്രിയായിരിക്കും. കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ഈ ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. അവരുടെ ജീവിതോപാധി അപ്പാടെ നശിക്കപ്പെട്ടിരിക്കുന്നു, ജീവരക്ഷയില്ലാതായിരിക്കുന്നു. വീടുകളിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാവുന്നു. ഭക്ഷണവും ജോലിയും വിദ്യാഭ്യാസവും അടക്കമുള്ള സർവ്വ മേഖലകളും തകർക്കപ്പെട്ടിരിക്കുന്നു. 40,000-ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 14 ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് വീട് നഷ്ടപ്പെട്ടവരാണ്. ഇത് 1,00,000-ലധികം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നഗരപ്രാന്ത പ്രദേശത്തിലോ ഗ്രാമമേഖലയിലോ സുരക്ഷിതമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബങ്കറുകൾ തകർക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. ഒരുപാട് വർഷത്തെ 948 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇഷ്ടംപോലെ ബങ്കർ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 86 കാലഘട്ടത്തിൽ അതൊരു നിയമമായിട്ട് ഈ ഇസ്രായേലിൻ്റെ നെസറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും, വീടാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും മറ്റെന്തൊരു സ്ഥാപനമാണെങ്കിലും, അത് ആശുപത്രി ആണെങ്കിലും സാമൂഹിക സംവിധാന കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ തായ്ഭാഗത്ത് വലിയ സുരക്ഷിതമായിരിക്കുന്ന ബങ്കറുകൾ സ്ഥാപിക്കണമെന്നുള്ള നിയമമാണ്. ആ നിയമത്തിൽ ഊന്നിരിക്കുന്ന പ്രവൃത്തിയെ പിന്നീട് അവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇറാനെ
അതുകൊണ്ട് ജീവപായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം മേലോട്ട് വിടുന്ന മിസൈലിനെ നേരെ അടിഭാഗത്തേക്ക് വിടും. അതായത് ബങ്കർ തുളച്ച് കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ ബങ്കറിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഫോടനം ആക്രമിക്കുന്ന തരത്തിലാണ് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വല്ലാത്ത രീതിയിൽ തീ തുപ്പിയത് ഇസ്രായേൽ നഗരത്തിൽ. അങ്ങനെ ആ സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ബങ്കറിൻ്റെ അകത്തുള്ളവർക്ക് വലിയ അപകടം ഉണ്ടാവും. ബിൽഡിങ്ങുകൾ അപ്പാടെ തകർന്നുകൊണ്ട് താഴെ വീഴുന്ന സമയത്തുണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബങ്കറിൽ ജീവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ സർവ്വമേഖലയിലും നാശമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിലെ US-ൻ്റെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു. പിന്നീട് പറയപ്പെട്ടത് മരവിപ്പിച്ച ഇറാൻ്റെ സ്വത്ത് വിട്ടു നൽകണം എന്നുള്ളതാണ്. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഓരോ രാജ്യത്തിനും പണം ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഭൂപ്രദേശം ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക അവരുടെ വ്യവസായ വാണിജ്യ മേഖലയൊക്കെ പണം ഇറക്കുമതി ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു? അമേരിക്ക ഇടപെട്ടുകൊണ്ട് മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടു നൽകുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായ രീതിയിൽ വലിയ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാന് സാധിക്കും. പിന്നീട് ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുക. സാമ്പത്തിക ഉപരോധം എല്ലാ കാലത്തും 40 വർഷമായി സാമ്പത്തിക ഉപരോധം, അതിനാൽ പ്രയാസപ്പെടുകയാണ് ഇറാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സാമ്പത്തിക ഉപരോധം നടത്തുന്ന സമയത്ത് ഇറക്കുമതി കയറ്റുമതിനെ അത് ബാധിക്കും, എണ്ണ വിൽപ്പന നടത്തുന്നത് ബാധിക്കും, എണ്ണ വാങ്ങാൻ വേണ്ടി ആളില്ലാതെ വരും, അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. അതായത് മറ്റുള്ള രാജ്യത്തിന് പോലും പ്രയാസമുണ്ടാകുന്ന തരത്തിലാണ് ഈ സാമ്പത്തിക ഉപരോധം കൊണ്ടെത്തിക്കുന്നത്. അത് പൂർണ്ണമായ രീതിയിൽ പിൻവലിക്കണം. പിന്നീട് നഷ്ടപരിഹാരം നൽകണം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 2025 ആക്രമിച്ചിട്ടുണ്ട്, 26 ആക്രമിച്ചിട്ടുണ്ട്, 27 ആക്രമിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിനെന്ത് ചെയ്യണം? നഷ്ടപരിഹാരം നൽകണം. ഈ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പോലും അമേരിക്ക അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാഗരിക സംസ്കാരത്തിന് വേണ്ടി നേരെ വെടിവെക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അപ്രത്യക്ഷമാകാതെ നോക്കണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാന് അമേരിക്കക്ക് മുന്നറിയിപ്പിന് മറുപടിയായിട്ട് നൽകിയിരിക്കുകയാണ്. ഇതോടാണ് അന്താളിച്ചു പോയത്. കാര്യം ഇസ്രായേൽ തൊട്ട് കളിക്കുന്നത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പൊള്ളുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനികമായിരിക്കുന്ന ഒരു ശക്തിയായ രാജ്യമായിട്ട് ഇസ്രായേലിനെ നിലനിർത്തുക എന്നുള്ള അവിടെ ആവശ്യമാണ്. കാര്യം അറേബ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ല ആക്രമിക്കുന്നു പറയപ്പെടുക, ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം മിഡിൽ ഈസ്റ്റിൽ എല്ലാ കാലത്തും അമേരിക്ക നയിക്കാറുണ്ട് എന്ന് ചുരുക്കം. അതോടനുബന്ധിച്ച് പറയപ്പെട്ട മറ്റു പ്രധാനമായിരിക്കുന്ന കാര്യം, ഇതെല്ലാം കരാറായിട്ട് UN-ൻ്റെ മുമ്പിൽ മുന്നോട്ട് വെക്കുകയും ചർച്ചയാവുകയും നിയമമാക്കുകയും വേണം. UN സഭയ്ക്ക് മുൻപിൽ ഇതെല്ലാം കരാർ വ്യവസ്ഥയാക്കി മുന്നോട്ട് വെക്കണം. ഇതിലിപ്പോൾ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഇറാന് വേണ്ടി ചൈനയും പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഇറാന് വലിയ പിന്തുണ ഉണ്ട് എന്നല്ല. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പ്രകാരം പറയുന്ന സമയത്ത് പുതിയൊരു ആണവായുധ സംവിധാനം പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കഠിനമായിരിക്കുന്ന ഒരു ആണവായുധം നിർമ്മിക്കുക, ഇപ്പോഴത്തെ നിലവിൽ നിർമ്മിക്കപ്പെട്ടതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആണവായുധ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചൈന തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് പുതുതായിട്ട് വരുന്നു. ഇതെല്ലാം ആർക്ക് ഗുണം ചെയ്യും? ഇറാന് ഗുണം ചെയ്യും, അമേരിക്കയ്ക്ക് ഇതെല്ലാം പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യ ചങ്ങല തീർത്തവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇവിടെയാണ് ഇറാൻ്റെ അകത്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് മാത്രമല്ല തങ്ങളും കൂടി മരിക്കട്ടെ ഒരുമിച്ച്. അതായത് അവരുടെ പാലങ്ങൾ, അവരുടെ ഈ സാമൂഹ്യ മേഖലകൾ, പിന്നീട് വൈദ്യുത നിലയങ്ങൾ, ഇതൊക്കെ ഒരു രാജ്യം നിലനിൽക്കാൻ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇത് നേരെ വെടിവെക്കുകയാണെങ്കിൽ പിന്നീട് തങ്ങളും മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് 10,000-കണക്കിന് ആളുകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യ ചങ്ങല തീർത്തത്. അതോടുകൂടി ഇവിടെ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മനുഷ്യക്കുരുതി ഉണ്ടാകുമ്പോൾ സമാനമായിരിക്കുന്ന ഒരു ആക്രമണ രീതി അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടി ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇത്രയും കാലം അമേരിക്ക നൽകിയത്. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല, തിരിച്ചടി അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇറാന് ഗുണം എന്ന് ചോദിച്ചാൽ ഇറാന് മാത്രമേ ഗുണമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാതയായിരുന്ന ഹോർമുസ് കടലിൽ ചുങ്കം പിരിക്കാനുള്ള അനുമതി അമേരിക്കയുടെ അനുവാദത്തോടു കൂടി നൽകേണ്ട ഒരു നാണം കെട്ട സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഇതിലൊരു പാതയായിട്ട് അല്ലെങ്കിൽ കടലിടുക്കായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അതിൽ ഇറാൻ ഇടപെടാറുമില്ല. ഇറാൻ്റെ അതിർത്തിയാണ്. ഇറാൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒമാൻ്റെ അതിർത്തിയാണ്. ഈ രണ്ട് രാജ്യങ്ങളുമാണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അതിലൂടെ കടന്നു പോകുക എന്നുള്ളത് സ്വാഭാവികം, ആർക്കും എതിർപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്ഥിതികൾക്ക് മാറ്റം വന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ ഞങ്ങൾ തുറന്ന പാതയാക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയോ? ഞങ്ങൾക്കതിൽ ചുങ്കം പിരിക്കാനുള്ള അനുമതി വേണം. അത് ഏറ്റവും ഒടുവിൽ
അമേരിക്ക അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ 14 ദിവസത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഓർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേടിയിരിക്കുന്ന ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.